ആഗ്രഹവും അവസരവും. മുമ്പേ തന്നെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു എങ്കിലും അവസരമുണ്ടായില്ല എന്ന് ഫിലിപ്പിയർ 4:10 നാം വായിച്ചു. ആഗ്രഹം ഉണ്ടെങ്കിൽ അവസരം നിങ്ങളുടെ അടുക്കലേക്ക് വരും. പക്ഷേ അധികം സമയം അവസരം നിങ്ങളെ നോക്കി നിൽക്കില്ല. തീവണ്ടി വരുന്നത് പോലെ, സൂപ്പർ ഫാസ്റ്റ് വരുന്നത് പോലെ അവസരം വരും. നിങ്ങൾ കൈ കാണിച്ചാൽ നിർത്തും. നിങ്ങൾ അശ്രദ്ധയോടെ നിന്നാൽ സൂപ്പർ ഫാസ്റ്റ് നിർത്തിയിട്ട് നിങ്ങളെ ഹോണടിച്ച് വിളിക്കത്തില്ല. തീവണ്ടിയാണെങ്കിൽ തിരിഞ്ഞു നോക്കുക പോലുമില്ല. അത് വരും, നിശ്ചയം അവസരം വരും. ആഗ്രഹമുണ്ടെങ്കിൽ അവസരം വരും. പക്ഷേ നിങ്ങളെ മാത്രം പ്രതീക്ഷിച്ചല്ല ഈ തീവണ്ടി വരുന്നത്, ഈ ബസ് വരുന്നത്. അവസരം കാത്തു നിൽക്കുന്ന മറ്റ് ചിലർ നിങ്ങളുടെ അപ്പുറത്തുണ്ട്. അവരതിനെ ചാടിപ്പിടിക്കും. അവരത് അനുഗ്രഹമാക്കി മാറ്റും. ദൈവത്തിന് വേണ്ടിയും ദൈവവേലയ്ക്ക് വേണ്ടിയും സാധുക്കളെ സഹായിക്കാൻ വേണ്ടിയും സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുവാൻ ഉതകുന്ന കാര്യങ്ങളിൽ വ്യാപൃതരാകാൻ വേണ്ടിയും നമുക്ക് കിട്ടുന്ന അവസരത്തെ നാം വിലയേറിയതായി കാണുന്നില്ല എങ്കിൽ നമുക്ക് പിന്നീട് അവസരം ഉണ്ടാകുകയില്ല. ഇതാ മഗ്ദലക്കാരത്തി മറിയയെക്കുറിച്ച് നാം വായിക്കുന്നു. അവൾ അനേക നാളുകൊണ്ട് സമ്പാദിച്ചു വെച്ചതാണ് ഇപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ ഒഴുക്കുന്നത്. ആഗ്രഹമുള്ളവർ അവസരം കാത്തു നിൽക്കും. ചെയ്യാനുള്ളത് ക്രമീകരിച്ച് കാത്തിരിക്കും. ഇന്ന് ഒരു ആവശ്യക്കാരൻ നിങ്ങളുടെ മുമ്പിലില്ലെങ്കിൽ സാരമില്ല, നിങ്ങൾ കരുതി വെച്ചുകൊള്ളുക. നിങ്ങൾക്ക് ഏറ്റവും തൃപ്തികരമാവണ്ണം പ്രവർത്തിക്കാനുള്ള അവസരം കർത്താവ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. നിങ്ങളുടെ മുൻപിലേക്ക് ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാതെ വന്നാൽ നിങ്ങൾക്ക് അവസരമില്ല. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായപ്പോൾ ജെന്യുവിനായൊരു കേസ് നിങ്ങൾ കാണുന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് അവസരമില്ല. ഇങ്ങനെ പല നിലയിൽ അവസരം നഷ്ടപ്പെടാം. ഒരു കാര്യം ചെയ്യുക, ആഗ്രഹമുണ്ടോ? ദൈവത്തിന് വേണ്ടിയും ദൈവദാസന്മാർക്ക് വേണ്ടിയും ദൈവസഭയ്ക്ക് വേണ്ടിയും സുവിശേഷ വ്യാപനത്തിനു വേണ്ടിയും പ്രവർത്തിക്കണമെന്ന്, സഹായിക്കണമെന്ന്, പങ്കാളിയാകണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടെങ്കിൽ കരുതി വയ്ക്കുക. അതിനുള്ള കരുതലുകൾ എല്ലാവിധത്തിലും കരുതി വയ്ക്കുക. അവസരം അധികം വൈകാതെ നിങ്ങളുടെ സ്റ്റോപ്പിലും വന്ന് നിർത്തും. അപ്പോൾ നിങ്ങൾക്കത് വേഗത്തിൽ പിടിച്ചെടുക്കാൻ സാധിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.